വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു 6 ക്ലാസ്സോളം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ പി എസ് സി ചോദിച്ച 2021 മുതൽ പി എസ് സി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് കവർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 6 ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 ചോദിച്ച മലയാളം ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. സ്വാദിഷ്ടം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സ്വാദിഷ്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാം എന്താണ്? ഓപ്ഷൻ സി ആണ്. സ്വാദിഷ്ടം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ശരി കേട്ടോ. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സ്വാദിഷ്ടൽ ഈ ദായാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, ഷ എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം തന്നെയാണ് അല്ലേ. ടം എന്ന് പറയുന്നത് ഏതാണ്? ഈടാണ് അല്ലേ, പൂജ്യം ഇട്ടിട്ടുള്ള ഡാല് അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, സ്വാദിഷ്ടം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിയാലോ. ക്ലിയർ ആയാലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുത്ത് എഴുതുക. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. ശരിയാണോ അത്? അല്ലാല്ലേ, വേറെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് തെറ്റാണ് വരുന്നത്. അങ്ങനെ നമുക്ക് വേർഡ് എഴുതാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് സഹപ്രവർത്തകൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് വേർഡിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതും തെറ്റാണ്. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഗർഭിണികൾക്ക് വേണ്ടത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വീണ്ടും തോതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തെറ്റാണല്ലേ വരുന്നത്. അപ്പോൾ അതും തെറ്റാണ്. ഇനി എന്താണ്? ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ശരിയായിട്ട് വരുന്നത്. അതിൽ നമുക്ക് തെറ്റൊന്നും കാണുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? സിംഹഭാഗം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? സിംഹഭാഗം എന്ന് വെച്ചാൽ വലിയ ഭാഗത്തെയാണ് സിംഹഭാഗം എന്ന് പറയുന്നത്. വലിയ ഭാഗത്തെയാണ് സിംഹഭാഗം എന്ന് പറയുന്നത്. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏതാണ്? അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? ജനകനാണ് അല്ലേ. ജനകൻ എന്ന് പറയുന്നതാണ് അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം. ഇനി അച്ഛന് നമ്മൾ എന്തെന്നൊക്കെയാണ് പറയുക? പിതാവ് എന്ന് പറയില്ലേ. പിതാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. പിതാവ് എന്ന് പറയുന്നത് അച്ഛനാണ്. പിതാവ് എന്ന് പറയുന്നത് അച്ഛനാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ജനകൻ പറഞ്ഞു. താതൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണെങ്കിൽ എന്ത് എഴുതണം? താതൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അച്ഛനാണ്. താതൻ എന്ന് പറയുന്നത് അച്ഛനാണ്. ജനിതാവ്, ജനകൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഓൾറെഡി. ജനിതാവ് എന്ന് വെച്ചാലും ആര് തന്നെയാണ്? അച്ഛനാണ്. ജനിതാവ് എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ജനകൻ, പിതാവ്, താതൻ, ജനിതാവ്. ജനകൻ, ജനിതാവ്, പിതാവ്, താതൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്? അച്ഛൻ്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് വിപരീത പദം വരുന്നത്? ഏതാണ്? വിസ്മരിക്കുക എന്നാണ് വരുന്നത്. സ്മരിക്കുകയുടെ ഓപ്പോസിറ്റ് എന്താണ്? വിസ്മരിക്കുക. സ്മരിക്കുക, വിസ്മരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഏതാ നോക്കിയേ. വെഞ്ചാമരം, വെഞ്ഞ് പ്ലസ് ചാമരാണോ? അല്ല അല്ലേ. വെഞ്ഞെന്നൊന്നും പറയുന്നില്ല കേട്ടോ. വെഞ്ഞെന്നൊന്നൊക്കെ വരുന്നത് തെറ്റാണ്. വെഞ്ഞെന്നൊന്നും ഒരിക്കലും വരില്ല. വെഞ്ച് എന്ന് പറയുന്നതും വരില്ല. വെൺ പ്ലസ് ചാമരം എന്ന് പറയുന്നതാണ് വെഞ്ചാമരം എന്ന് പറയുന്നത്. വെൺ പ്ലസ് ചാമരം, വെഞ്ചാമരം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും ചോദിക്കാമല്ലോ. വെൺ പ്ലസ് ചാമരം എന്ന് പറയുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്ത് വരും? വെഞ്ചാമരം എന്നാണ് അല്ലേ. അപ്പോൾ വെഞ്ചാമരം, വെൺ പ്ലസ് ചാമരം, വെൺ പ്ലസ് ചാമരം. നെക്സ്റ്റ്, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? വിദ്വാൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? വിദുഷിയാണ് അല്ലേ. വിദുഷിയാണ്. എപ്പോഴും കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. വിദ്വാൻ എന്ന് പറയുന്നത് എന്താണ്? വിദുഷിയാണ്. വിദ്വാൻ്റെ ഓപ്പോസിറ്റ് സ്ത്രീലിംഗ രൂപം ഏതാണ്? വിദുഷിയാണ്. വിദുഷി. നെക്സ്റ്റ്,
താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏതാണ്? ബഹുവചനമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഭാഗവതർ എന്ന് പറയുന്നത് എന്താണ്? ബഹുവചനമാണോ? അല്ലല്ലോ. ഭാഗവതർ എന്ന് വെച്ചാൽ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഭാഗവതർ എന്ന് പറയുന്നത് എന്താണ്? ഏകവചനമാണ്, ബഹുവചനമല്ല. മർത്യർ, സമർത്ഥർ, ആസ്വാദകർ എന്ന് പറയുന്നത് എന്താണ്? ബഹുവചനങ്ങളാണ്. അപ്പോൾ ഭാഗവതറാണ് ഇവിടുത്തെ ബഹുവചനമല്ലാത്തത്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിത മലയാള ശൈലി കണ്ടെത്തുക. എന്താണ് വരാം? പ്രാക്ടീസ് എന്താണ്? നിത്യാഭ്യാസി ആനയെ എടുക്കും. എന്താണ്? നിത്യാഭ്യാസി ആനയെ എടുക്കും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ മലയാള ശൈലിയാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും. നെക്സ്റ്റ്, ശോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ശോഭിച്ചവൻ എന്നർത്ഥം വരുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ശോഭി, ശുഭി, ക്ഷിപ്രകോപി, ശുഭിതൻ. ശോഭിച്ചവൻ എന്നർത്ഥം വരുന്ന ഏതാണ് വരാ? ശുഭിതൻ എന്നല്ലേ വരാ? ശുഭിതൻ, ശോഭിച്ചവൻ, ശുഭിതൻ, ശോഭിച്ചവൻ, ശുഭിതൻ, ശോഭിച്ചവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത്? ജനകീയ കവി എന്ന് പറയുന്ന വിശേഷണമുള്ള കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ. ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയാണ് അങ്ങനെ ആക്കി തീർന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. അത് കാരണമാണ് അദ്ദേഹത്തെ നിന്ന് വിളിക്കുന്നത് ജനകീയ കവി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ സവിശേഷത? എന്താണ്? ജനസാമാന്യത്തിന് പരിചയമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. അതിനാലാണ് അദ്ദേഹത്തെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഭിജാത്യദ്രമം യാഥാർത്ഥ്യങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏതാണ്? ആഭിജാത്യദ്രമം യാഥാർത്ഥ്യങ്ങളുടെ വിസ്തൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏതാണ്? എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലേ. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറയുന്നത് ആരുടെ കൃതിയാണ്? ബഷീർ കൃതിയാണ്. കുമാരനാശാൻ്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏതാണ്? കുമാരനാശാൻ്റെ കവിതകൾ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് കുമാരനാശാൻ്റെ കവിതകളാണ്. രചനാകാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ട് എഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എഴുതിയത് ഏതാണ്? വീണപ്പൂവാണ് അല്ലേ. വീണപ്പൂവാണ് ആദ്യമായിട്ട് എഴുതിയത്. പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ്? പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏതാണ്? ഗുണ്ടർട്ട് നിഘണ്ടു. ഹെർമൻ ഗുണ്ടർട്ടിനെയാണ് ഗുണ്ടർട്ട് നിഘണ്ടു. 1872 പ്രസിദ്ധീകരിക്കുന്നത്. പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിലാണ് അത് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്ന ഘടകം ഏതാണ്? കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്ന ഘടകം ഏതാണ്? മാനസികവും ശാരീരികവുമായ ദൗർബല്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ്? ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ്? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം എന്താണ്? വർദ്ധിക്കുക. കരകവിയുക എന്ന് വെച്ചാൽ എന്താണ്? വർദ്ധിക്കുക. റിപ്പീറ്റഡ് ആണോ? കരകവിയുക, വർദ്ധിക്കുക. മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു? വിഭാഗത്തിലാണ് വരുന്നത്? അലിംഗ ബഹുവചനമാണ് അല്ലേ. ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അലിംഗ ബഹുവചനമാണ് മിടുക്കർ എന്ന് പറയുന്നത്. അലിംഗ ബഹുവചനം.
നെക്സ്റ്റ്, ഭിത്തിക എന്ന ചിഹ്നം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭിത്തിക എന്ന ചിഹ്നം എന്തിനുപയോഗിക്കുന്നു? എന്തിനാണ് ഭിത്തിക എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്? സമപ്രധാനമായ രണ്ട് വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഭിത്തിക എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. സമപ്രധാനമായ രണ്ട് വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിനാണ് ഭിത്തിക ഉപയോഗിക്കുന്നത്. നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകൾക്ക് യോജിക്കാത്തത് ഏതാണ്? നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകൾക്ക് യോജിക്കാത്തത് ഏതാണ്? ഓക്കെ, കുട്ടികൾ തയ്യാറാക്കുന്നത് മെച്ചപ്പെടുത്താൻ മാർഗനിർദ്ദേശം നൽകൽ സവിശേഷതയാണല്ലേ. യോജിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികളുമായിട്ട് നന്നായിട്ട് ഇടപഴകുക, അഭിനയം, ചിത്രവര, ആലാപനം എന്നിങ്ങനെയുള്ള കഴിവൊക്കെ. ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ എന്ന് പറയുന്നത് എന്താണ്? നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകളിൽ പെടാത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. ഓപ്ഷൻ സി ആണ് വരുന്നത്. മൂന്നാമത്തെ ആൻസർ ആണ് ശരി. തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. നെക്സ്റ്റ്, ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായ വാക്യം ഏതാണ്? ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇതാണ് വരുന്നത് കേട്ടോ. ശരിയായ വാക്യം എന്ന് പറയുന്നത് ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട് എന്ന് എഴുതി സ്റ്റോപ്പായി, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. നെക്സ്റ്റ് തന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കി, ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുമുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. നെക്സ്റ്റ്, ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് വരണം അല്ലേ. അവിടെ അതിന് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എ ആണ് റെഡി ആയിട്ട് വന്ന് നോക്കി. ഓപ്ഷൻ എ 1 എന്ന് പറയുന്നതാണ് ശരി വരുന്നത്. നെക്സ്റ്റ്, അലിംഗ ബഹുവചനമല്ലാത്തത് ഏത്? വീണ്ടും ചോദിച്ചല്ലോ. അലിംഗ ബഹുവചനമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അധ്യാപകർ. അധ്യാപകർ എന്ന് പറയുന്നത് എന്താണ്? അലിംഗ ബഹുവചനമാണ്. അധ്യാപകർ എന്ന് പറയുന്നത് എന്താണ്? അലിംഗ ബഹുവചനമാണ്. ഇനി എന്താണ്? നിലങ്ങൾ. നിലങ്ങൾ എന്ന് പറയുന്നത് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അലിംഗ ബഹുവചനമാണോ? അല്ല അല്ലേ. വെള്ളക്കാർ, മലയാളികൾ എന്ന് പറയുന്നതൊക്കെ എന്താണ്? അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അധ്യാപകർ, വെള്ളക്കാർ, മലയാളികൾ എന്ന് പറയുന്നതൊക്കെ എന്താണ്? അലിംഗ ബഹുവചനമാണ്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ബഹുവചനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? ഒരേ തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ സൂചിപ്പിക്കുന്നതിനാണ് ഈ ബഹുവചനങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഏകവചനം എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഏകവചനം എന്ന് വെച്ചാൽ ഒരു വസ്തു മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഏകവചനത്തിൽ ഒരു വസ്തു മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബഹുവചനമാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ അല്ലെങ്കിൽ വസ്തുക്കളോ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ പൂവ്. പൂവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകവചനമാണ്. ഒരു വസ്തുവല്ലേ ഉള്ളൂ. പൂക്കൾ എന്ന് വെച്ചാൽ കുറേ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പൂക്കൾ എന്ന് പറയുന്നത് എന്താണ്? ബഹുവചനമാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, സലിംഗ ബഹുവചനം എന്താണ് സലിംഗ ബഹുവചനം? സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ബഹുത്വത്തെ കുറിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് ഈ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിദ്വാൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് വിദ്വാൻമാർ എന്നാണ്. കൂട്ടുകാരിയാണെങ്കിലോ കൂട്ടുകാരികൾ എന്നാണ്. മിടുക്കി, മിടുക്കികൾ. അധ്യാപകൻ, അധ്യാപകർ. അതുപോലെ തന്നെ എന്താണ്? അധ്യാപകൻ, അധ്യാപകന്മാർ. അധ്യാപിക, അധ്യാപികമാർ. പുഴ, പുഴകൾ. തേങ്ങ, തേങ്ങകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവിടെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ നമുക്ക് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? അധ്യാപകരാണെങ്കിൽ അധ്യാപകന്മാർ എന്ന് പറഞ്ഞു. സ്ത്രീകളാണെന്നുണ്ടെങ്കിലോ അധ്യാപികന്മാർ എന്ന് പറഞ്ഞു. കൂട്ടുകാരിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞു. കൂട്ടുകാരനാണെങ്കിലോ കൂട്ടുകാരന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, മിടുക്കിയാണെങ്കിൽ മിടുക്കികൾ എന്ന് പറഞ്ഞു. മിടുക്കനാണെങ്കിലോ മിടുക്കന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് എന്താണ്? ഒരു സ്ത്രീ ആണോ പുരുഷനാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. എന്നാൽ അലിംഗ ബഹുവചനാണെന്നുണ്ടെങ്കിൽ അലിംഗ ബഹുവചനമാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടായിരിക്കില്ല.
സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നോക്കി നമ്മുടെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ അധ്യാപകർ എന്ന് പറയുന്നുണ്ട്. അധ്യാപകർ എന്ന് പറയുന്നത് എന്താണ്? അലിംഗ ബഹുവചനമാണ്. കാരണം എന്താണ്? അധ്യാപകർ എന്ന് പറയുന്നതിൽ എന്തുണ്ടാവും? സ്ത്രീ ഉണ്ടാവാം, പുരുഷനുണ്ടാവാം അല്ലേ? അധ്യാപകന്മാർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആണ് പുരുഷൻ എന്ന് വരുന്നത്. അധ്യാപികമാർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകളാണ് വരുന്നത്. പക്ഷെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ വെള്ളക്കാർ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ സ്ത്രീകളുണ്ടാവാം, പുരുഷന്മാരുണ്ടാവാം. മലയാളികളോ? സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവാമല്ലോ. അപ്പം അങ്ങനെ എടുത്ത് പറയാത്തതുണ്ടല്ലോ, അതിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? എടുത്ത് പറയുന്നുണ്ട് അല്ലേ? സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് കറക്റ്റായിട്ട് ആ വേർഡ്സ് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പോൾ തടിയർ, മടിച്ചി, മടിയർ, മടിയൻ, മടിച്ചി, മിടുക്കർ, തൊഴിലാളികൾ, പണക്കാർ എന്ന് പറയുന്നതൊക്കെ എന്താണ്? തടിയർ, മടിയർ, മിടുക്കർ, തൊഴിലാളികൾ, പണക്കാർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അലിംഗ ബഹുവചനമാണ്. നേരെ മറിച്ച് തടിയർ നമ്മൾ തടിയർ, തടിച്ചി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലോ അവിടെ സ്ത്രീയും പുരുഷനും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി എന്താണ് പൂജക ബഹുവചനം എന്ന് വെച്ചാൽ? പൂജക ബഹുവചനം എന്താണ്? പൂജക ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? പൂജയ്ക്ക് വേണ്ടി ഏകവചനത്തിൽ ഉപയോഗിക്കുന്ന ബഹുവചനമാണ് ഈ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യനാണ്, നമ്മൾ കുറേ ഓപ്ഷൻസിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. വൈദ്യർ, അതുപോലെ തന്നെ ഭാഗവതർ, വാദ്യർ. നമ്മൾ ഭക്തിപൂർവ്വം അല്ലേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ വൈദ്യർ, ഭാഗവതർ, വാദ്യർ, ആചാര്യർ, ഗുരുക്കൾ. ഒരു ബഹുമാനാർത്ഥം പറയുന്ന ബഹുവചനമെന്ന് നമുക്ക് പറയാം. സ്വാമികൾ, ശാസ്ത്രികൾ, ജ്യോത്സ്യർ, പണിക്കർ, മാരാർ, തമ്പ്രാക്കൾ, തിരുവടികൾ, പിന്നെന്താണ്? പത്രാധിപർ, അവർകൾ, ന്യായാധിപർ എന്ന് പറയുന്നതൊക്കെ എന്താണ് പൂജക ബഹുവചനമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക കേട്ടോ. ഓരോ ബഹുവചനങ്ങൾ ഏതാണെന്നുള്ളത് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ക്ലാസ് കാണുന്നവർ ഇപ്പോൾ കറക്റ്റായിട്ട് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്, ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അത് കാരണം സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കാണുകയാണെങ്കിൽ അത്ര ഉപകാരപ്രദമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ ഇടയ്ക്ക് പോയിൻറ്റ്സ് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്ലിയർ ആയല്ലോ അല്ലേ? സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? സ്ത്രീ അല്ലെങ്കിൽ പുരുഷനാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയും. അലിംഗ ബഹുവചനമാണെന്നുണ്ടെങ്കിൽ അവിടെ ലിംഗം പറയുന്നില്ല. ലിംഗ എന്ന് വെച്ചാൽ എന്താണ്? ലിംഗം പറയുന്നില്ല. പൂജക ബഹുവചനമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് വരുന്നത്? എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ എന്താണ്? ഒരു ബഹുമാനാർത്ഥം കൊടുക്കുന്നത് ഒരു ബഹുവചനമാണെന്നെങ്കിലും പഠിച്ച് ഇരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1000 പ്ലസ് ആണ്ട് ചേർത്തെഴുതിയാൽ, 1000 പ്ലസ് ആണ്ട് ചേർത്തെഴുതിയാൽ എന്താണ്? ആയിരത്താണ്ട് എന്നാണ്. എന്താണ്? 1000 പ്ലസ് ആണ്ട് ആയിരത്താണ്ട്. 1000 പ്ലസ് ആണ്ട് ആയിരത്താണ്ട്, അല്ലെങ്കിൽ ആയിരത്താണ്ടിനെ പിരിച്ച് എഴുതാമെന്ന് ചോദിക്കാമല്ലോ അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിലോ 1000 പ്ലസ് ആണ്ടാണ്. അപ്പോൾ 1000 പ്ലസ് ആണ്ട് ആയിരത്താണ്ട് ആണെന്ന് പഠിച്ചു വയ്ക്കുക. 1000 പ്ലസ് ആണ്ട് ആയിരത്താണ്ട്. നെക്സ്റ്റ്. മേഘം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ മേഘം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? നോക്കിയേ. കാഞ്ചി എന്ന് പറയുന്നത് മേഘത്തിൻ്റെ പര്യായ പദമല്ല. അപ്പോൾ മേഘത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഘനം, അഭ്രം, വാരിതം എന്നിവയ്ക്ക് എന്താണ്? മേഘത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ ഈ മേഘം, സൂര്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പര്യായ പദങ്ങളാണ്, പഠിച്ചു വെക്കേണ്ട പര്യായ പദങ്ങളാണ് കേട്ടോ. നമ്മൾ ഇനി കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മൾ കുറേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് തന്നെ എക്സാമിന് പോയിട്ട് പഠിച്ചു പോയാലും മതി. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു വേർഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. ഒന്നെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ മേഘം എന്ന് പറയുന്നതിൻ്റെ പര്യായ പദങ്ങളാണ് പറഞ്ഞിരുന്നത്. ഏതൊക്കെയാണ്? ഘനം, അഭ്രം, വാരിതം. ഘനം, അഭ്രം, വാരിതം. മേഘത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഘനം, അഭ്രം, വാരിതം. ഘനം, അഭ്രം, വാരിതം. മേഘത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഘനം, അഭ്രം, വാരിതം. ഘനം, അഭ്രം, വാരിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? തന്നിരിക്കുന്നതിൽ തെറ്റായിട്ട് എഴുതിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. ചിലവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ചെയ്യാന്നൊക്കെ വിചാരിക്കില്ലേ, ചിലവ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ തെറ്റാണ്ടോ. ചിലവ് എന്ന് പറയുന്നതാണ് ശരിയായ പദം. തത്വം എങ്ങനെയാണ്? ഇതാ 2 താണ്ടില്ലേ? 2 തത്വം എന്ന് പറയുമ്പോൾ 2 താണ്ട്. ഇനി ചുവപ്പ് എന്ന് പറയുന്നതാണ് തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഉദ്യാനം എന്ന് പറയുന്നത് ശരിയാണല്ലോ. ഉദ്യാനയ്ക്ക് 2 ഈ താണ് ഉപയോഗിക്കുക എന്നും പഠിച്ചു വയ്ക്കുക.
അപ്പോൾ നമുക്ക് മലയാളത്തിൽ ചുവപ്പ് എന്നും എഴുതാം, അതുപോലെ തന്നെ ചെമപ്പ് എന്നും എഴുതാറുണ്ട്. ചെമപ്പ് നമുക്ക് ആ ഒരു ടൈമിൽ PSC ചോദിച്ചപ്പോൾ ആൻസർ കൊടുത്തത് ചുവപ്പ് എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കാം. നമ്മുടെ ഓപ്ഷനിൽ ചെമപ്പ് എന്നുണ്ടെങ്കിൽ ചെമപ്പ് എന്നുണ്ടെങ്കിൽ ചെമപ്പ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കാം കേട്ടോ. ചെമപ്പ് ഇല്ലാന്നുണ്ടെങ്കിലാണ് ചുവപ്പ് വരുള്ളൂ. അപ്പോൾ ചെമപ്പ് എന്നും ചുവപ്പ് എന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് അന്ന് തന്ന PSC ആൻസറിൽ ചുവപ്പ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പദമാണെന്നാണ് തന്നിരിക്കുന്നത്. അവർ എടുത്തേക്കുന്ന കറക്റ്റ് ആൻസർ ചെമപ്പ് എന്നായിരുന്നു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2 കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? 2 കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? കായംകുളം വാൾ. 2 കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന പദമാണ് കായംകുളം വാൾ. 2 കക്ഷിയിലും ചേരുന്നവൻ. 2 കക്ഷിയിലും ചേരുന്നവൻ. നെക്സ്റ്റ് 800 എന്ന പദം പിരിച്ചെഴുതിയാൽ റിപ്പീറ്റഡ് ആണ്. 800 എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? n + 100. n + 100. നെക്സ്റ്റ് ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? സുഖരം എന്ന് പഠിച്ചിരിക്കുക കേട്ടോ. പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു വാക്ക് അങ്ങനെ പഠിച്ചാൽ മതി. സുഖരം എന്ന് പഠിച്ചിരിക്കുക. സുഖരം. ദുഷ്കരം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദമാണ് സുഖരം. നെക്സ്റ്റ് They have been building the new bridge since 2021. ഈ വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? They have been building the new bridge since 2021. ഈ വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? ശരത്ചന്ദ്രൻ എന്ന് പറയുന്നതാണ്. റിപ്പീറ്റഡ് ആണ്. നമ്മൾ കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ എന്ന് പറയുന്നതാണ് ശരിയായ പദം. ശരത്ചന്ദ്രൻ. ബാക്കി ഓപ്ഷൻ ഒന്നും നോക്കണ്ട, ഈ ഓപ്ഷൻ മാത്രം നോക്കാം കേട്ടോ. ശരത്ചന്ദ്രൻ. നെക്സ്റ്റ് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. കുറേ നേരമായി വാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിന് സമീപം വാഹനവും കാത്തു നിൽക്കുന്നു. അപ്പോൾ അതാണ് അവിടെ മീനിങ് വരേണ്ടത്. എന്താണ്? കുറേ നേരമായിട്ട് വാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിന് സമീപത്ത് വാഹനം നോക്കി നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ നോക്കിയോക്കെ ഫസ്റ്റ് തന്നിരിക്കുന്നതാണ് കുറേ നേരമായി കുട്ടികൾ വാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് സ്കൂളിന് സമീപം കാത്തു നിൽക്കുന്നു. തെറ്റാണ്. നെക്സ്റ്റ് കുട്ടികൾ കുറേ നേരമായി സ്കൂളിന് സമീപം വാഹനം കാത്തു നിൽക്കുന്നു. പ്രതീക്ഷിച്ചുകൊണ്ടെന്ന് പറയുന്നതും കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നതൊക്കെ സെയിം മീനിങ് ആണല്ലേ. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കുട്ടികൾ കുറേ നേരമായി സ്കൂളിന് സമീപം വാഹനം കാത്തു നിൽക്കുന്നു. നെക്സ്റ്റ് ശരിയായ അർത്ഥം കണ്ടെത്തി എഴുതുക. നോക്കിയേ തന്നിരിക്കുന്ന നോക്കിയേ ചെമപ്പ് കുപ്പിവള. നോക്കിയേ ചെമപ്പ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ PSC ഇത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചെമപ്പ് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ചെമപ്പ് എന്ന് തന്നെ പഠിച്ചു വെക്കാൻ നോക്കാം കേട്ടോ. ചുവപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ ചുവപ്പ് എന്ന് പറയില്ലേ, പക്ഷേ ചെമപ്പ് എന്നാണ് കറക്റ്റായിട്ട് ആൻസർ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ചെമപ്പ് PSC ആൻസർ കൊടുത്തിരിക്കുന്നത് ചെമപ്പ് എന്ന് പറയുന്നതിനാണ്. അപ്പോൾ ശരിയായ അർത്ഥം എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്? ശോണസ്ഫടികവള എന്ന് പറയുന്നത് എന്താണ്? ചെമപ്പ് കുപ്പിവളേനെയാണെന്ന് പറയുന്നത് ശോണസ്ഫടികവള എന്ന് പറയുന്നത്. ശോണസ്ഫടികവള എന്താണ്? ചെമപ്പ് കുപ്പിവള. നെക്സ്റ്റ് ശരിയായ ഒറ്റപ്പദം ഏതാണ്? ശരിയായ ഒറ്റപ്പദം എന്താണ്? ആദ്യന്തങ്ങൾ ഇല്ലാതെ. ശരിയായ ഒറ്റപ്പദം ഏതാണ്? ആദ്യന്തങ്ങൾ ഇല്ലാതെ എന്ന് പറയുന്നത് എന്താണ്? അനാദ്യന്തം. എന്താണ്? അനാദ്യന്തം. ഓക്കെ, ആദ്യന്തങ്ങൾ ഇല്ലാതെ അനാദ്യന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിപരീത പദം തിരഞ്ഞെടുക്കുക. ശാന്തത്തിൻ്റെ വിപരീത പദം എന്താണ്?
രൗദ്രം. രൗദ്രം എങ്ങനെയാണ് എഴുതിയെന്നും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. രൗദ്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയൊക്കെ, രേ എഴുതിയിട്ടുണ്ടല്ലേ, രൗദ്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും പഠിച്ചു വയ്ക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്നും കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ ശാന്തം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് രൗദ്രം എന്ന് പറയുന്നത്. ശാന്തം ഓപ്പോസിറ്റാണ് രൗദ്രം. നെക്സ്റ്റ് എതിർലിംഗം എഴുതുക. വിധവ. വിധവയുടെ എതിർലിംഗം എന്താണ്? വിദൂരൻ. ചോദിക്കാറുണ്ട് കേട്ടോ. വിദൂരൻ എന്ന് പറയുന്നതാണ് വിധവയുടെ ഓപ്പോസിറ്റ്. എതിർലിംഗം എന്ന് പറയുന്നതാണ് വിദൂരൻ. വിദൂരൻ വിധവ. വിദൂരൻ വിധവ. വിദൂരൻ വിധവ. വിദൂരൻ വിധവ. നെക്സ്റ്റ് പിരിച്ചെഴുതുക. അജന്തം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അജന്തം എന്നാണ്. അജന്തം എന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അച്ച് പ്ലസ് അന്തം എന്നുണ്ട്, അജ പ്ലസ് അന്തം എന്നുണ്ട്, അജ് പ്ലസ് അന്തം എന്നുണ്ട് നമുക്ക് ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ജ എന്നുള്ളത് ഒരിക്കലും വരില്ല. നമ്മൾ എഴുതുമ്പോൾ എന്തെന്ന് എഴുതണം? അച്ച് 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 പ്ലസ് അന്തം. അച്ച് പ്ലസ് അന്തം എന്ന് പറയുന്നതാണ് അജന്തത്തിൻ്റെ കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. എങ്ങനെയാണ്? അച്ച് പ്ലസ് അന്തം. അച്ച് പ്ലസ് അന്തം അജന്തം. അച്ച് പ്ലസ് അന്തം അജന്തം. ജ ഏതാണെന്നും കൂടി നോക്കാം കേട്ടോ. അച്ച് പ്ലസ് അന്തം അജന്തം. നെക്സ്റ്റ് ചേർത്തെഴുതുക. ചിത്ത് പ്ലസ് ലീനം. ചിത്ത് പ്ലസ് ലീനം. ചിത്ത് പ്ലസ് ലീനം. ചിത്ത് പ്ലസ് ലീനം എങ്ങനെയാണ് എഴുതാ? ചിത്ത് പ്ലസ് ലീനം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാ? ചില്ലീനം. 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 ചിത്ത് പ്ലസ് ലീനം എന്താണ്? ചില്ലീനം. ചിത്ത് പ്ലസ് ലീനം ചില്ലീനം. ചിത്ത് പ്ലസ് ലീനം ചില്ലീനം. ചിത്ത് പ്ലസ് ലീനം ചില്ലീനം. നെക്സ്റ്റ് ഏകവചനം ഏതാണ്? മകളർ, ഗുരുഭൂതർ, അവർ, മാറ്റാർ. ഏകവചനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏകവചനം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞു? അവിടെ ഒരു ലിംഗം പറയുന്നില്ല എന്നാണ് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്? ഗുരുഭൂതർ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഗുരുഭൂതർ എന്ന് പറയുന്നതാണ് ഏകവചനം. തന്നിരിക്കുന്നത് ഏതാണ്? ഗുരുഭൂതറാണ്. നെക്സ്റ്റ് എന്താണ്? യോജിച്ച പദം തിരഞ്ഞെടുത്ത് വാക്യം പൂർണ്ണമാക്കുക. കുട്ടികളെല്ലാം ഡാഷ് ഇരിക്കണം. കുട്ടികളെല്ലാം എവിടെ ഇരിക്കണം? യഥാസ്ഥാനത്ത് തന്നെ ഇരിക്കണം, യഥാസ്ഥാനമായി ഇരിക്കണം, യഥാസ്ഥാനം അനുസരിച്ചിരിക്കണം, യഥാസ്ഥാനം ഇരിക്കണം. അത്ര പറഞ്ഞാൽ മതി. യഥാസ്ഥാനം എന്നാണ് വരുന്നത്. അവിടെ ബാക്കി ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. യഥാസ്ഥാനം ഇരിക്കണം. കുട്ടികളെല്ലാം യഥാസ്ഥാനം ഇരിക്കണം. കുട്ടികളെല്ലാം യഥാസ്ഥാനം ഇരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? 40 വാഴപ്പഴങ്ങൾ കേശുവിൻ്റെ പക്കലുണ്ട്. 40 വാഴപ്പഴങ്ങൾ. 40 എന്ന് പറയുന്ന എണ്ണം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും പഴങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല. 40 വാഴപ്പഴം കേശുവിൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലേ. അവൾ തൻ്റെ സ്വന്തം ഭാര്യയാണെന്ന കാര്യം അയാൾ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി. അവൾ തൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വീണ്ടും സ്വന്തം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ തെറ്റ് വന്നല്ലോ. സെയിം മീനിങ് ആണ്. വർഷങ്ങൾക്കു ശേഷം വീണ്ടും കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വീണ്ടും കാണുന്നതെന്ന് പറയേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതും തെറ്റാണ്. ആൻസർ വരുന്നത് എന്താണ്? 7 വർഷമാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞത്. 7 വർഷമാണ് അയാൾ ഒളിവിൽ കഴിഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാ? വാരിജം എന്ന് പറയുന്നതാണ് കൂട്ടത്തിൽ പെടാത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മേഘത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയായിരുന്നു? വാരിതം, മുകിൽ, ഘനം എന്ന് പറയുന്നതൊക്കെ എന്താണ്? മേഘത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ. വാരിജത്തിൻ്റെ മീനിങ് എന്താണ്? താമരയാണ് അല്ലേ. വാരിജം എന്ന് വെച്ചാൽ എന്താണ്? താമരയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന മേഘത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത നമുക്ക് എന്താണെന്നുള്ളത് കിട്ടി. ഇവിടെ നെക്സ്റ്റ് നമുക്ക് തെറ്റിക്കാനായിട്ടാണ് കേട്ടോ. വാരിജം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, വാരിദം എന്നും തന്നിട്ടുണ്ട് അല്ലേ. അതൊന്ന് തെറ്റിക്കാൻ വേണ്ടി കൊടുത്താണ്. ദം എന്ന് പറയുന്നതാണ് മേഘം എന്ന് പഠിച്ചിരിക്കുക. വാരിദം, മുകിൽ, ഘനം. നെക്സ്റ്റ് ഗൃഹികൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? ഗൃഹികൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? ഏതാണ്? ഗൃഹിണി, ഗൃഹിണി, ഗൃഹികൻ, ഗൃഹിണി, ഗൃഹികൻ, ഗൃഹിണി, ഗൃഹിണി എന്ന് പഠിച്ചിരിക്കുക. ഗൃഹിണി, ഗൃഹികൻ, ഗൃഹിണി, ഗൃഹികൻ, ഗൃഹിണി. തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ്? ശൃംഖല എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത്? ഏതാണ്? ശൃംഖല. ശൃംഖല, ശൃംഖല എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതാണ്? ശൃംഖല. ശൃംഖല എന്ന് പറയുന്നത് എന്താണ്? ശൃംഖല, ശൃംഖല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസ് എന്തായാലും ആൻസർ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.